നമസ്കാരം. ട്രംപും നെതന്യാഹുവും ഫോണിൽ നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ വലിയ വിവാദ വിഷയമായിരിക്കുന്നത്. ഇറാനിൽ യുദ്ധം പുനരാരംഭിക്കാൻ ഇപ്പോൾ വെടിനിർത്തൽ മാറ്റി നിർത്തി പുനരാരംഭിക്കാനുള്ള സമ്മർദ്ദം ട്രംപിന് മേൽ നെതന്യാഹു വെച്ചു. എന്നാൽ നെതന്യാഹുവിന് ട്രംപിൽ നിന്ന് കിട്ടിയത് അനുകൂല മറുപടിയല്ലത്രേ. ഇതൊരു പ്രതീകാത്മകമായ ചിത്രമാണ്. ഇമാതിരി കുഴപ്പത്തിലേക്ക് എന്നെ തള്ളിവിട്ട നെതന്യാഹുവിന് ഞാൻ കൊടുക്കുന്ന മറുപടി എന്ന മട്ടിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. നമുക്ക് ഇന്ന് ഇറാനുമായി ബന്ധപ്പെട്ട വെടിനിർത്തലിൻ്റെയും യുദ്ധം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെയും ഇറാൻ്റെ നിലപാടുകളിലെ കടുംപിടുത്തങ്ങളുടെയും പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കാം. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. എന്തെന്ന് ചെയ്യണ്ടേ? ഇറാനെ റെഡിയാക്കാൻ പോയ രണ്ട് കൂട്ടുകാരാണ്. ഇപ്പോഴോ തമ്മ് കണ്ട മിണ്ടിയാൽ അലമ്പാവും. ആകപ്പാടെ അൽത്തുക്കുൽത്തായാലോ യുദ്ധത്തിനിറങ്ങിയിട്ടാണ് എന്ന് പറയാൻ ഒന്ന് ഫോൺ വിളിച്ചിട്ട് രണ്ടും കൂടി ചർച്ച ചെയ്തതാണ്. ഫോണിലൂടെ തമ്മിൽ തല്ലിയെന്നാണ് കേട്ടത്. ഒടുവിലത്തെ വാർത്തകൾ ലോക മാധ്യമങ്ങളിൽ വരുമ്പോൾ ആകെ പെട്ടുകിടക്കുകയാണ് ട്രംപ്. ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞ് രണ്ടാളും ഫോൺ വിളിച്ച് സംസാരിച്ചതിന് ശേഷം നെതന്യാഹുവിൻ്റെ അസ്വസ്ഥതയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US മാധ്യമമായ ആക്സിയോണിൻ്റെ റിപ്പോർട്ട് പ്രകാരം ട്രംപുമായി ഫോണിൽ സംസാരിച്ച് നെതന്യാഹു ആകെ മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇറാനിൽ ആക്രമണം ഇങ്ങനെ നിർത്തിവെച്ചാൽ പറ്റൂല, വെടിനിർത്തലൊന്നും പാടില്ല, ഉടൻ ആക്രമണം പുനരാരംഭിക്കണം എന്നാണത്രേ നെതന്യാഹു ഫോൺ വിളിച്ചപ്പോൾ ആദ്യം തന്നെ ട്രംപിനോട് പറഞ്ഞത്. എന്നാൽ ട്രംപിന് സംഗതി നല്ലോണം അറിയാലോ. പോയി പെട്ട നമുക്കെന്നെ ദോഷം, ഇപ്പം തന്നെ പെട്ട് കിടക്കുകയാണ്, ഇതുവരെ അനുഭവിച്ചതൊന്നും പോരെ, ഇനിയും പോയി അവന്മാരുടെ വായിൽ തലയിട്ട് കൊടുക്കണോ എന്നായിരുന്നു ട്രംപിൻ്റെ തിരിച്ചുള്ള ചോദ്യം. അതുകൊണ്ട് സമാധാന കരാറിലാണത്രേ ട്രംപിന് താല്പര്യം. നെതന്യാഹുവിന് അത് പോരാ, ഉടൻ കുറച്ച് ആളുകളെ കൂടി കൊന്ന് ഇറാൻ്റെ പുക കാണണം. പുക കാണിക്കാൻ വേണ്ടി പോയി അവരുടെ പരമോന്നത നേതാവിനെയും കുറേ സൈനിക ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും ഒക്കെ കൊന്നു. ഒടുക്കം അടുത്ത പരമോന്നത നേതാവിനെ അവർ നിയമിച്ചപ്പോൾ അയാൾ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു. അയാളെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടേയില്ല. കുറേ ബോംബ് പൊട്ടിച്ച് വിമാനവും തകർത്ത് ഇറാനിൽ കുറേ ആളുകളെയും കൊന്ന് സ്വന്തം വിമാനവും പോയി. ഉള്ള സൈനിക ശേഷി ഇറാൻ്റേത് കുറച്ചതല്ലാതെ അവർ പിന്മാറുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. ഇപ്പോൾ വീണ്ടും എവിടുന്നൊക്കെയോ നഷ്ടപ്പെട്ട ആയുധശേഷി ഇറാൻ തിരിച്ചു പിടിച്ചു എന്നാണ് വാർത്ത. ചൈനയും റഷ്യയും ഒക്കെ സഹായിക്കുന്നുണ്ടത്രേ. അതിൻ്റെ ഇടയിൽ വെടിനിർത്തൽ സമാധാനം എന്നെല്ലാം പറഞ്ഞ് ഒരുവിധം തടി കഴിച്ചലാക്കാനുള്ള പദ്ധതി തയ്യാറായിട്ടുണ്ട് ട്രംപിന് മുന്നിൽ. ഇനി വീണ്ടും ആക്രമിച്ച് ഉള്ള സമാധാനവും കളഞ്ഞ് അമേരിക്കക്കാർ പോലും അടിച്ചോടിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ട്രംപിനെ സംബന്ധിച്ച്. അപ്പോൾ പിന്നെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നെതന്യാഹു പറയുന്നത് അങ്ങനെ അങ്ങ് കേൾക്കാൻ പറ്റുമോ? ട്രംപ് ഒന്ന് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അതിനിടെ ഖത്തറുമായി ചേർന്ന് പാകിസ്ഥാൻ മറ്റൊരു സമാധാന പദ്ധതിയും തയ്യാറാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനും US തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറക്കുന്നതാണ് ഇതിലെ നിർദ്ദേശങ്ങൾ എന്ന് വാർത്തകൾ വരുന്നു. എന്നാൽ ഇസ്രായേലും നെതന്യാഹുവും അത് ആഗ്രഹിക്കുന്നില്ല. ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാനാണ് ഇറങ്ങിത്തിരിച്ചത്. അതിനുശേഷം ഭരണമാറ്റം വേണം. ഇറാൻ്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുകയും അതുവഴി തങ്ങൾക്ക് വഴങ്ങുന്ന ഭരണകൂടത്തെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് നെതന്യാഹുവിൻ്റെ പദ്ധതിയെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാനുമായി സമാധാന കരാറിൽ എത്താൻ കഴിയും എന്നും ഇല്ലെങ്കിൽ മാത്രം യുദ്ധം പുനരാരംഭിക്കാം എന്നുമാണത്രേ ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. ഇതേസമയം ഇറാൻ്റെ യുറേനിയം ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ അനുവദിക്കില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പ്രസ്താവനയിലൂടെ പറഞ്ഞതും ലോകം ആശങ്കയോടെയാണ് കണ്ടത്. സമാധാന കരാറിൽ യുറേനിയം സംബന്ധിച്ച നിർദ്ദേശം US മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനിടയിലാണ് മുജ്തബയുടെ പ്രസ്താവന. അത് നിർണായക നിലപാട് പ്രഖ്യാപനം കൂടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ഇറാൻ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കക്ക് കൈമാറണമെന്നും മറ്റൊരു രാജ്യത്തേക്ക് അത് US എത്തിക്കുമെന്നും അവരുടെ ആണവ പ്രവർത്തനങ്ങൾ ഒരു ആണവ നിലയത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം എന്നും യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകില്ല എന്നതും അടക്കം 5 സമാധാന നിർദ്ദേശങ്ങളാണ് US ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൗണ്ടറായി ഇറാനും 5 നിർദ്ദേശം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാതെ തങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന സംബന്ധിച്ച്. അതായത് യുറേനിയം കൈമാറുന്നതും ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും ഈ 5 നിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തിലാണ് നേരെ വിപരീതമായി ഉറച്ച നിലപാട് മുജ്തബ പ്രഖ്യാപിച്ചത്. പരമോന്നത നേതാവിൻ്റെ നിർദ്ദേശവും ഭരണകൂടത്തിലെ ഭൂരിപക്ഷ അഭിപ്രായവും പരിഗണിച്ച് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരം പുറത്തേക്ക് മാറ്റാനുള്ള നിർദ്ദേശം അംഗീകരിക്കപ്പെടില്ല എന്നാണ് ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട്.
എന്നാൽ ഇറാൻ സമീപ നാളുകളിൽ സമാധാന കരാറുമായി ബന്ധപ്പെട്ടും യുദ്ധത്തിലെ നിലപാടുകളിലും US പ്രതീക്ഷിക്കാത്ത വിധം ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നത് USനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാനും ഇത് സംബന്ധിച്ച് എന്താണ് എന്ന് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടെന്നാണ് വാർത്തകൾ. ഇറാൻ വെടിനിർത്തൽ ഇടവേളയിൽ നഷ്ടപ്പെട്ട ആയുധശേഖരവും സൈനിക ശേഷിയും വീണ്ടെടുത്തു എന്ന റിപ്പോർട്ടുകൾ ഇതിനോട് ചേർത്ത് വായിക്കണം. US രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം വാർത്തയായി പുറത്തു വന്നു. കാസ്പിയൻ കടൽ വഴി റഷ്യയുടെ സഹായവും സൈനിക ചരക്ക് നീക്കങ്ങളും വാർത്തയായതിന് പിന്നാലെ ഇറാൻ നഷ്ടമായ സൈനിക ശക്തി അതിവേഗം വീണ്ടെടുക്കുന്നുവെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയെന്ന് CNN ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ സമ്പൂർണ്ണമായി തകർന്നു എന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടെ ഡ്രോൺ ഉൽപ്പാദനവും പുനരാരംഭിച്ചു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉദ്ധരിച്ച് CNN പുറത്തുവിട്ടത്. സംഘർഷത്തിൽ നശിപ്പിക്കപ്പെട്ട മിസൈലുകൾ, സൈറ്റുകൾ, ലോഞ്ചറുകൾ, പ്രധാന ആയുധ സംവിധാനങ്ങൾ എന്നിവ മാറ്റി സ്ഥാപിക്കുന്നതടക്കമുള്ള സൈനിക ശേഷിയുടെ പുനർനിർമ്മാണങ്ങളാണത്രേ ഇപ്പോൾ നടക്കുന്നത്. US യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചാൽ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന നിലപാടിൽ ഇറാൻ എത്തിയതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാസ്പിയൻ കടൽ വഴി റഷ്യയും കാര്യമായി സഹായിച്ചു എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. നമ്മളത് സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ തന്നെ ചെയ്തതാണ്. USൻ്റെയോ ഇസ്രായേലിൻ്റെയോ രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊന്നും പിന്തുടരാൻ കഴിയാത്ത വിധം സുരക്ഷിതമായിട്ടാണത്രേ ഇറാൻ്റെ നീക്കങ്ങൾ. ചർച്ചാ നിർദ്ദേശങ്ങളും ട്രംപിൻ്റെ ഭീഷണികളും മധ്യസ്ഥ ഇടപെടലുകളും ഒക്കെ ഉണ്ടായിട്ടും സമീപ നാളുകളിൽ ഇറാൻ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനം ഇതൊക്കെയാണ്. ഇനി ആക്രമിച്ചാലും തിരിച്ചടിക്കാനോ പ്രതിരോധിക്കാനോ തയ്യാറാണെന്നാണ് അവരുടെ നിലപാട്. ഇറാൻ്റെ കർശന നിലപാടുകൾക്ക് പിന്നിൽ ആരാണ് എന്ന വെളിപ്പെടുത്തലുമായി വാർത്താ ഏജൻസി AP റിപ്പോർട്ട് മറ്റൊന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. USുമായി വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത നിലപാടിന് പിന്നിൽ ഇറാൻ സൈനിക ജനറലായ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയാണെന്നാണ് വാർത്ത. ഇസ്രായേലും USും നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയും സൈനിക നേതാക്കളും കൊല്ലപ്പെട്ടതിന് ശേഷം അഹമ്മദ് വാഹിദിയാണ് ഇറാനിലെ അധികാര കേന്ദ്രത്തിലെ നിർണായകമായ കേന്ദ്രം എന്നാണ് APയുടെ റിപ്പോർട്ട്. അഹമ്മദ് വാഹിദി ഇറാനിലെ അധികാരത്തിൻ്റെ പ്രധാന നിയന്താക്കളിൽ ഒരാളായി എത്തിയെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ ഇറാൻ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ വാഹിദിയുടെ വരവോടെയാണ് രൂപപ്പെട്ടത് എന്നാണ് വിവരം. അജ്ഞാത കേന്ദ്രത്തിലുള്ള ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചുരുക്കം നേതാക്കളിൽ ഒരാളാണത്രേ വാഹിദി. പാകിസ്ഥാനിലെ രണ്ടാം വട്ട ചർച്ചയോടടുക്കുമ്പോൾ US കടുത്ത ഭീഷണികൾ മുന്നോട്ട് വെക്കുന്നതിനിടെ ഇറാൻ അസാധാരണമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നതിന് ഈ രണ്ട് കാരണങ്ങൾ ഉണ്ട്. ഒന്ന് അവരുടെ തിരിച്ച് പിടിക്കുന്ന ആയുധ ശക്തി, രണ്ടാമത്തേത് നേതൃത്വം. റഷ്യയുമായുള്ള ബന്ധത്തിൽ കാസ്പിയൻ കടലിലൂടെ എത്തിച്ച ആയുധശേഖരവും ചരക്ക് കപ്പലുകളും കൂടുതൽ ആത്മവിശ്വാസത്തിലാക്കി അത് പ്രകടിപ്പിക്കും വിധത്തിൽ വാഹിദിയുടെ നേതൃത്വവും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിർണായക തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് മുസ്തബയുമായി ബന്ധമുള്ള അഹമ്മദ് വാഹിദി ആണ് എന്നാണ് വിവരം. ഫെബ്രുവരി 8 മുതൽ വാഹിദി പൊതുമധ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ്. കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്ന ട്രംപിന്റെ ഭീഷണികൾക്കിടയിൽ ഇറാൻ ഹോർമുസിന് ചുറ്റുമുള്ള സൈനിക നിയന്ത്രണം വ്യാപിപ്പിച്ചതും ഇതുമായി ചേർത്ത് വായിക്കണം. ഇതിന്റെ ഭാഗമായി പുതിയ മാപ്പും ഇറാൻ പ്രസിദ്ധീകരിച്ചു. പുതിയതായി രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റിയാണ് ഇപ്പോൾ കടൽ നിയന്ത്രിക്കുന്നത്. ഹോർമുസിലൂടെ യാത്ര ചെയ്യാൻ അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി തങ്ങളുടെ അധികാര പരിധിയിൽ UAE കടലിനെ കൂടി ഉൾപ്പെടുത്തി ഭൂപടം പ്രസിദ്ധീകരിച്ചതും ഗൾഫ് മേഖലയിൽ ആശങ്കയുണർത്തി. ഹോർമുസിന്റെ കിഴക്ക് ഭാഗത്തെ കവാടമായ ഇറാനിലെ കുഹെ മുബാറക്ക് മുതൽ UAEയുടെ ഫുജൈറ തുറമുഖത്തിന് തെക്കുഭാഗം വരെയും പടിഞ്ഞാറ് ഭാഗത്തേത് ഇറാനിലെ കെഷം ദ്വീപ് മുതൽ UAEയിലെ അൽ ഖുവൈൻ വരെയും ആയിരിക്കും എന്നാണ് ഭൂപടം ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ UAEയിലെ സമുദ്രമേഖലകളിലെ പരമാധികാരം കയ്യേറാനുള്ള നീക്കം വെറും സ്വപ്നമാണ് എന്ന് പ്രസിഡന്റിന്റെ ഉപദേശകൻ അൻവർ ഗർഗാഷ് പറഞ്ഞു. ഫുജൈറ തുറമുഖത്ത് നിന്ന് ഹോർമുസ് വഴിയല്ലാതെ എണ്ണ കൊണ്ടുപോകുന്നതിനുള്ള പൈപ്പ് ലൈനിന്റെ പണി വേഗത്തിലാക്കുകയാണ് എന്നാണ് UAE വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ UAEയുമായി പുതിയൊരു സംഘർഷത്തിലേക്ക് കൂടി ഇറാൻ കടക്കുകയാണ് എന്ന് വേണം കരുതാൻ. അതിനിടയിൽ US വീണ്ടും ആക്രമണം പുനരാരംഭിച്ചാൽ GCC അടക്കമുള്ള രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ പുതിയ സമാധാന പദ്ധതി രണ്ടാം ഘട്ട ചർച്ചകൾക്കും അതുവഴിയുള്ള സ്ഥിരമായ സമാധാനത്തിലേക്കും കടക്കുമെന്ന് തന്നെയാണ് ട്രംപിന്റെ ഒടുവിലത്തെ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത്. യുദ്ധം പുനരാരംഭിക്കാനുള്ള നെതന്യാഹുവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങണ്ടെന്ന് വൈറ്റ് ഹൗസ് തീരുമാനിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ആശ്വാസകരം. സമാധാന പ്രതീക്ഷകളുമായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.